നമസ്കാരം. ഇനിയിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക്, അതുവഴി പിണറായി വിജയനിലേക്ക് കൃത്യമായി ഒരു മാലയിൽ മുത്തുകോർക്കുന്നത് പോലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു അതുപോലെയുള്ള ഉദ്യോഗസ്ഥര് അവസാനം എൻ വാസുവിലെത്തി, പിന്നീട് പത്മകുമാറിലേക്ക്, ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക്, അതുവഴി പിണറായി വിജയനിലേക്ക്. ഇത് തീർച്ചയായിട്ടും CPM-ന്റെയും സർക്കാർ സംവിധാനങ്ങളുടേതടക്കമുള്ള ഗൂഢാലോചനയുടെ ഫലം ആണ് ഈ സ്വർണ്ണക്കൊള്ള. നമ്മൾ പത്മകുമാറിനെയോ എൻ വാസുവിനെയോ ഒന്നും അവരെ മാത്രമായി കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇതൊരു ശൃംഖലയാണ്, ഇതൊരു ചെയിനാണ്. ഈ ചെയിന്റെ ഓരോരോ ഭാഗങ്ങൾ, ഈ ചെയിന്റെ ഒരു പ്രധാനപ്പെട്ട ലോക്കറ്റാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്ന് പറയപ്പെടുന്നു. പരിശോധിക്കണം, അന്വേഷിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു മുത്താണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും എന്നും പറയപ്പെടുന്നു. ഇപ്പം സുരേന്ദ്രൻ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ CPM നേതാവ് രാജു എബ്രഹാം ഒക്കെ പ്രതികരിക്കുന്നത്, പാർട്ടി ഇവരെ ആരെയും സംരക്ഷിക്കില്ല, ഒരിക്കലും സംരക്ഷിക്കില്ല. ഗോവിന്ദ മാഷും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ പറയുമ്പോൾ ഒരു ചെറിയ ഒരു വിറയലുണ്ട്, അല്ലെങ്കിൽ ഒരു സന്ദേഹമുണ്ട് ഗോവിന്ദ മാഷിന്. പാർട്ടി ഏതാണ്ട് പാർട്ടി അറിയാതെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ വേണ്ടപ്പെട്ടവരറിയാതെയോ ഇതൊന്നും നടക്കില്ല. കാരണം ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് തന്നെ പാർട്ടിയാണ്. ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ദേവസ്വം ബോർഡിലേക്ക് ആളുകളെ നിയമിക്കുന്നതും ബോർഡംഗങ്ങളാക്കി മാറ്റുന്നതും ഉദ്യോഗസ്ഥരെ കൃത്യമായി ട്രാൻസ്ഫർ ചെയ്ത് അവനവന്റെ വേണ്ടപ്പെട്ട ആളുകളെ അതത് പോസ്റ്റുകളിൽ വയ്ക്കുന്നതും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇതൊരു പാർട്ടി കളിയാണ്. പാർട്ടി കൊടുക്കുന്ന ഒരു ലിസ്റ്റ് പ്രകാരം, അല്ലെങ്കിൽ പാർട്ടി തീരുമാനിക്കുന്ന, പാർട്ടിയിലെ പ്രമുഖരായ ആളുകൾ തീരുമാനിക്കുന്ന ഒരു ലിസ്റ്റ് പ്രകാരം ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മെമ്പർ സ്ഥാനത്തേക്കും ഒക്കെ വലിയ ഇടിയാണ്. കാരണം ഇതിനകത്തെ കൊള്ള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായി കണക്കുകൾ ഇല്ല. വരുന്ന സ്വർണത്തിനോ അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾക്കോ കണക്കുകളില്ല, കൃത്യമായി പരിശോധനയില്ല, ഓഡിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇതിനകത്ത് കൈയിട്ട് എത്ര വാരിയാലും ഒരു കുഴപ്പവുമില്ല എന്ന ഒരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഒരു 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 ചിന്തയാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതിപ്പോൾ കോൺഗ്രസിന്റെ ഭരണത്തിലായാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിലായാലും ശരി, ഇത് തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ കൃത്യമായ വരുമാന കണക്കില്ല, ഉരുപ്പടികളുടെ കണക്കില്ല, സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ ഒന്നും കണക്കില്ല, ഓഡിറ്റിംഗ് നടക്കുന്നില്ല, പല ക്ഷേത്രങ്ങളിലും നടക്കുന്നില്ല. അവിടെയൊക്കെ തന്നെ കൈയിട്ട് വരൽ നടക്കുന്നുണ്ട്. ഈ 500 കോടി രൂപ, 1000 കോടി രൂപയൊക്കെ തന്നെ ഒരു മണ്ഡലകാലത്ത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രം, ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പ് തന്നെ ഈ ക്ഷേത്രമാണ്. അപ്പം ഈ ക്ഷേത്രത്തിൽ കടന്നു കയറി ഈ തീവെട്ടിക്കൊള്ള നടത്തിയത്, ഇത് ഒരു ഗ്രൂപ്പായി നടത്തിയ ഗൂഢാലോചനയാണ്. അതിനകത്ത് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ, അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടോ, ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന വാസവന് പങ്കുണ്ടോ, ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടോ? പ്രശാന്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. കാരണം അതിനുശേഷം വന്നത് പ്രശാന്താണ്. പ്രശാന്ത് ഇതൊക്കെ അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്യാനായിട്ട് ഈ പഴയ ആൾക്കാർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തതായുള്ള ചില സൂചനകളും ആരോപണങ്ങളും പരാതികളും ഉണ്ട്. ഒരു തെറ്റൊരാൾ കാണുമ്പോൾ അത് ഇതിന് മുൻപത്തെ ബോർഡാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുകയും അന്വേഷണം നടത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ബോർഡംഗമാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു PS പ്രശാന്ത്. അയാൾ അത് ചെയ്തില്ല. മാത്രമല്ല ഈ ചെയിൻ കൃത്യമായി മുഖ്യമന്ത്രിയിലേക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും, കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, വിശദമായ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കണം. പിന്നൊരു കാര്യം, മുഖ്യമന്ത്രി കാറിന്റെ നിറം മാറ്റി കറുത്ത കാറാക്കി, ശനീശ്വര പ്രീതിക്കാണെന്നാണ് പറയുന്നത്. വീട്ടിൽ തൊഴുത്ത് കെട്ടി പശുക്കളെ ലാളിച്ച് ഓമനിച്ച് വളർത്തി, അതും ശനീശ്വര പ്രീതിക്കാണ്. എന്തൊക്കെ ശനീശ്വര പ്രീതിക്ക് വേണ്ടി ചെയ്താലും, പൂജകൾ നടത്തിയാലും, വഴിപാട് നടത്തിയാലും, ഭാര്യയും മകളും തഞ്ചാവൂർ അമ്പലത്തിൽ പോയി തൊഴുതതും നമുക്ക് ഓർമ്മയില്ലേ? അപ്പം ഇതൊക്കെ നടത്തിയാലും ശരി, ചെയ്ത കാര്യങ്ങൾക്കുള്ള കൂലി അത് കിട്ടിയിരിക്കും. അത് അയ്യപ്പനോട് കളിച്ചാലും ശരി, മറ്റ് ഈശ്വരാംശമുള്ള ആ ബിംബങ്ങളോട്, സങ്കല്പങ്ങളോട് കളിച്ചാലും ശരി, മനുഷ്യരോട് കളിച്ചാലും ശരി, ചെയ്തതിന് കൃത്യമായ മറുപടി കിട്ടിയിരിക്കും. ഇപ്പോൾ വീണ തൈക്കണ്ടി ഇടപെട്ട കേസുമായി ബന്ധപ്പെട്ടത് CBI അന്വേഷണത്തിന് വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പം വരുമ്പോൾ എല്ലാം കൂട്ടത്തോടെ വരും എന്നുള്ള കാര്യം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഈ വിഷയം കൂടുതൽ സങ്കീർണതകളിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നനച്ചിരിക്കാത്ത പല പേരുകളും പുറത്തു വരും. ഇപ്പോൾ ഈ കേൾക്കുന്ന കടകംപള്ളിയുടെയും പിണറായിയുടെയും പേരുകൾ മാത്രമല്ല, മറ്റു പല ആളുകളുടെ പേരുകളും പുറത്തു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇവർക്ക് രാഷ്ട്രീയ പ്രവർത്തകരാണ്. പത്മകുമാറൊക്കെ രാഷ്ട്രീയം ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ കൃത്യമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിലപ്പുറവും പുറത്തു വരും എന്ന് തന്നെയാണ് പൊതുവെ ഒന്ന് നിരീക്ഷിക്കപ്പെടുന്നത്.